ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് 90-30യുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. കോൺട്രാക്ട് ഓഫ് സെയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രോപ്പർട്ടിൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകണം. സോ ഇങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില റൂൾസ് ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ നടത്തുന്നത് ഓണേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസിലുള്ള ചില പ്രൊവിഷൻസും സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് 90-30യിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഓണർഷിപ്പ് ഇൻ ഗുഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. ഈ ഓണർഷിപ്പ് ഇൻ ഗുഡ്സും പൊസഷൻ ഓഫ് ഗുഡ്സും ഡിഫറൻസ് ഉണ്ട്. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഗുഡ്സിൻ്റെ കസ്റ്റഡി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. സോ ഓണേഴ്സും അതിൻ്റെ കസ്റ്റഡി എൻജോയ് ചെയ്യുന്ന പൊസസേഴ്സും ഡിഫറെൻ്റ് ആണ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളിങ് പവർ അല്ലെങ്കിൽ കസ്റ്റഡി മാത്രമേ കിട്ടുന്നുള്ളൂ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ പവർ, അതിൻ്റെ എല്ലാ ക്ലെയിമും ആർക്ക് മാത്രമായിരിക്കും? ഓണേഴ്സിന് മാത്രമായിരിക്കും. സോ ഈ ഓണർഷിപ്പ് ഇൻ ഗുഡ്സുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന ചില പോയിൻറ്റ്സ് നമുക്ക് പറയാനുണ്ട്. അതാണ് ഇവിടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ടീസ് ഇൻ പാസിംഗ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് റിസ്ക് ഓഫ് ലോസ്. നമുക്കറിയാം, ഒരു സെയിൽ നടക്കുമ്പോൾ ആ സെല്ലറിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടിൻ്റെ ഓണർഷിപ്പ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ബയറിൻ്റെ മാത്രം റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ബയറിൻ്റെ മാത്രം ലോസ് ആയിരിക്കും. കാരണം എന്താണ്? ബയറാണ് അതിൻ്റെ പ്രോപ്പർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത്. സോ എപ്പോഴും ഒരു പ്രോപ്പർട്ടിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ നാശനഷ്ടങ്ങൾ വഹിക്കേണ്ടി വരുന്നത് ആ പ്രോപ്പർട്ടിൻ്റെ ഓണേഴ്സ് മാത്രമായിരിക്കും. ഇനി നോർമൽ കേസിലാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ചില കേസുകളിൽ ഓണേഴ്സിൽ നിന്നും അല്ലാതെയും റിസ്ക് ഓഫ് ലോസ് വരാറുണ്ട്. അതായത് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ടിട്ട് സെല്ലറും ബയറും അതിന് റിസ്ക്കുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓണേഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല ലോസ് സഫർ ചെയ്യുന്നത്. മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ടിട്ട് ഡെലിവറി നടത്തുന്നതിൽ, ഡെലിവറി മീൻസ് ആ പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആര് കാരണമാണോ ഡിലേ സംഭവിച്ചത് അവരായിരിക്കും അത്തരം കേസുകളിൽ ആ പ്രോപ്പർട്ടിൻ്റെ ലോസ് സഫർ ചെയ്യേണ്ടി വരുന്നത്. സോ ചില കേസുകളിൽ ഇങ്ങനെ ഓണേഴ്സ് ആകണമെന്നില്ല ലോസ് സഫർ ചെയ്യുന്നത്. പക്ഷേ നോർമൽ റൂൾ എന്ന് പറയുന്നത് ഓണേഴ്സാണ് റിസ്ക് സഫർ ചെയ്യുന്നത്. അവിടെ പറയുന്ന ടേം തന്നെ റിസ്ക് ഫോളോസ് ഓണർഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 26ലാണ് ഇത് പറയുന്നത്. റിസ്ക് ഫോളോസ് ഓണർഷിപ്പ്. ആരാണോ ഓണർ ആ ഓണറാണ് എപ്പോഴും റിസ്ക് സഫർ ചെയ്യേണ്ടി വരുന്നത്. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓൺലി ഓണർ ക്യാൻ സ്യൂ. അതായത് ഒരു പ്രോപ്പർട്ടിക്ക് നഷ്ടം സംഭവിച്ചത് ഒരു തേർഡ് പാർട്ടി കാരണമാണ് കരുതുക. അത്തരം കേസുകളിൽ ആ തേർഡ് പാർട്ടീൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ റൈറ്റ് ഓണേഴ്സിന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ സെല്ലറും ബയറും ഒരു സെയിൽ അഗ്രിമെൻറ്റ് എൻ്റർ ചെയ്തു. സെല്ലർ പ്രോപ്പർട്ടി ബയർക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ആ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിക്കണം, മീൻസ് ഒരു തേർഡ് പാർട്ടിയുടെ പ്രവൃത്തി കാരണം ആ ഒരു പ്രോപ്പർട്ടിക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ് കരുതുക. ഇവിടെ ആ സെല്ലറിന് ഒരിക്കലും ഈ തേർഡ് പാർട്ടീൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ കഴിയില്ല. കാരണം ആ പ്രോപ്പർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് ബയർ ആയിട്ടുണ്ട്, ബയർക്ക് ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സെല്ലർക്ക് ഒന്നും ചോദിക്കാനുള്ള അവകാശം ഉണ്ടാവുന്നില്ല. ബയർക്ക് മാത്രമുള്ളൂ തേർഡ് പാർട്ടിനോട് ആ ഒരു കേസിൽ സ്യൂ ചെയ്യാനും അതിന് ഡാമേജ് ക്ലെയിം ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് കിട്ടുന്നുള്ളൂ. ദെൻ മറ്റൊരു പോയിന്റ്, സ്യൂട്ട് ഫോർ പ്രൈസ്. നമുക്കറിയാം, സെല്ലർ ഒരു പ്രോപ്പർട്ടി വിറ്റാൽ ബയർ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. ബയർ അതിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലറിന് അത് ഡിമാൻഡ് ചെയ്യാനോ നേടിയെടുക്കാനോ റൈറ്റ് ഉണ്ട്. പക്ഷേ സെല്ലർ ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാത്തിടത്തോളം കാലം ആ പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യാൻ സെല്ലർക്ക് കഴിയില്ല. സോ സെല്ലറിന് കിട്ടാനുള്ള എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ സെല്ലർ ആദ്യം ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകണം.
അപ്പോൾ ഓണർഷിപ്പ് ഇൻ ഗുഡ്സിന് കോൺട്രാക്റ്റ് ഓഫ് സെയിലുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കാണിക്കുന്നത് ആ ഓണർഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. സോ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഒരു ബേസിക് എലമെൻറ്റ് തന്നെയാണ് എന്ത്, ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് റൂൾസ് റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ചില റൂൾസ് ഉണ്ട്. അത് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് പറയാം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട് എന്നുള്ളത്. സോ സ്പെസിഫിക് ഗുഡ്സിൻ്റെ കേസിൽ റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിലെ റൂൾസും ദെൻ സെയിൽ ഓൺ അപ്രൂവലിൻ്റെ കേസിലുള്ള റൂൾസും മൂന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ഗുഡ്സ് അല്ലെങ്കിൽ അസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള റൂൾസാണ്. ഇവിടെ നമുക്ക് പറയാം സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സാണ്. സോ ഐഡൻറ്റിഫൈഡ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ ആ ഗുഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് എങ്ങനെയുള്ള ഗുഡ്സ് ആയിരിക്കണം, ഡെലിവറബിൾ സ്റ്റേറ്റിൽ, ദാറ്റ് മീൻസ് അത് ഡെലിവറി ചെയ്യാൻ പാകത്തിൽ റെഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് സ്പെസിഫൈ ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്ത് വാങ്ങുമ്പോൾ നമ്മൾ ആ ക്യാഷ് കൊടുക്കുന്നതോടുകൂടെ നമ്മൾ അതിൻ്റെ ഓണറായിട്ട് മാറുന്നുണ്ട്. സോ അവിടെ സ്പെസിഫിക് ഗുഡ്സ് ആണ്, കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഓണറായിട്ട് മാറുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, അത് ഡെലിവറി ചെയ്യാൻ പാകത്തിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ സ്പെസിഫിക് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അത് ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല എന്നുള്ളതാണ്. ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല എന്നുള്ളത് പറഞ്ഞാൽ അത് എങ്ങനെ ഡെലിവറി ചെയ്യണമെന്നാണോ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ആ ഫോമിലേക്ക് ആക്കിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഒരു പെയിൻറ്റിങ് മിസ്റ്റർ സെഡിന് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മിസ്റ്റർ സെഡിന് വിൽക്കുന്നതിന് മുമ്പേ ആ ഒരു പെയിൻറ്റിങ് ലാമിനേറ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു കരുതുക. ഇവിടെ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ പെയിൻറ്റിങ് ലാമിനേറ്റ് ചെയ്തിട്ടില്ല. സോ അത് ലാമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ആർക്ക് വേണ്ടി വരും, ഈ സെല്ലർക്ക് വേണ്ടി വരും. സോ അവിടെ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ഈവൻ സ്പെസിഫിക് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. സോ ഡെലിവറബിൾ സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അതൊരു ഫ്യൂച്ചർ ഡേറ്റിലാണ് ഡെലിവറി ചെയ്യുന്നത്. ദെൻ കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ ചില സമയത്ത് സ്പെസിഫിക് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യാൻ കഴിയാത്ത മറ്റൊരു കാരണം എന്ന് പറയുന്നത് അത് അളക്കാനും ഉള്ള ടൈം വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റൈസ് ഡീലറിൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 കിൻഡിൽ റൈസ് വാങ്ങാനുള്ള അഗ്രിമെൻ്റ് എൻ്റർ ചെയ്തു വിചാരിക്കാം. ഇവിടെ നമ്മൾ അരിയും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് അളക്കാനും അത് അളന്ന് തിട്ടപ്പെടുത്തി ഇത്ര കിൻഡിലും കാര്യങ്ങളൊക്കെ ഉള്ള പാക്കൊക്കെ ആക്കി ഡെലിവർ ചെയ്യാൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം വേണ്ടി വരും. സോ അവിടെയും തന്നെ സ്പെസിഫിക് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിലും അതിന് അളക്കാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന അധിക സമയം ആവശ്യമുള്ളത് കൊണ്ട് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. സോ നോർമൽ കേസിൽ സ്പെസിഫിക് ഗുഡ്സ് കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യാം. പക്ഷേ ചില കേസുകളിൽ കോൺട്രാക്റ്റിൻ്റെ അതേ സമയത്തിന് ഈവൻ സ്പെസിഫിക് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിലും ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അതിനുള്ള കാരണം ഇതാണ്, ഒന്നത് ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കേണ്ടി വരും, അതങ്ങനെ അല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ അത് മെഷർമെൻറ്റിന് കൂടുതൽ സമയം വേണ്ടി വരുന്ന കേസുകളുമാണ്. നെക്സ്റ്റ് പറയുന്നത് അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിലെ റൂൾസ്. സ്പെസിഫിക് ഗുഡ്സുമായി ബന്ധപ്പെട്ട റൂൾസ് പറഞ്ഞു. ഇനി നമ്മൾ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, അൺഅസർട്ടൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അവിടെ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണ്. സോ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. കാരണം അത് പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ഡെലിവറി നടത്താൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു റൈസ് ഡീലറിനോട് നമ്മൾ 100 ബാഗ്സ് ഓഫ് റൈസ് വേണമെന്ന് പറഞ്ഞു.
സോ ഈ 100 bags ഓഫ് റൈസ് വേണമെന്ന് പറഞ്ഞു. സെല്ലർ അത് അയാളുടെ ഗോഡൗണിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് വേണം ബയറിന് എത്തിക്കാൻ. അപ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി വരും. സോ അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിൽ നോർമലി കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡെലിവറി ചെയ്യാൻ കഴിയില്ല. അത് മിക്കവാറും അഗ്രിമെൻറ്റ് ടു സെൽ ആണ് വരുന്നത്. അവിടെ സെയിൽ ആകണമെന്നില്ല. ഇനി ചില കേസുകളിൽ സെല്ലറിന് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്കൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ അഡ്വാൻസ് കൊടുത്തു കരുതുക. ദെൻ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, അസർട്ടൈൻ ചെയ്തിട്ടില്ല. പിന്നീട് നമ്മൾ ചെന്നിട്ട് സ്കൂട്ടേഴ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ളതും നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിലുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം. അപ്പോൾ അവിടെ അപ്രോപ്രിയേഷൻ കൂടി വേണ്ടി വരും. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ സെല്ലറും ബയറും കൂടി പരസ്പരം തീരുമാനിച്ചിട്ട് എടുക്കേണ്ടി വരും. നേരത്തെ റൈസിൻ്റെ കേസിൽ പറഞ്ഞത് സെല്ലർ ഒരു 100 bags റൈസ് ചൂസ് ചെയ്ത് ഡെലിവറി ചെയ്യുകയാണ്. പക്ഷേ എപ്പോഴും സെല്ലർ മാത്രമായിരിക്കണം എന്നില്ല തീരുമാനം എടുക്കുന്നത്. സെല്ലറും ബയറും ഒരുമിച്ച് തീരുമാനം എടുത്തുകൊണ്ട് അസർട്ടൈൻ ചെയ്യേണ്ടി വരും. അത്തരം കേസിൽ നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സോ അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡെലിവറി നടത്തുന്നില്ല. അതൊരു ഫ്യൂച്ചർ ഡേറ്റിലാണ് ഡെലിവറി നടത്തുക. കാരണം അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചില കേസുകളിൽ സെല്ലർ മാത്രമായിരിക്കും. ചില കേസിൽ സെല്ലറും ബയറും ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡെലിവറി നടത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ അസർട്ടൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡെലിവറി നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ അൺഅസർട്ടൈൻ ഗുഡ്സിൻ്റെ കേസിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡെലിവറി നടത്തുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ദെൻ തേർഡ് കേസ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. സെയിൽ ഓൺ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ ചില കേസുകളിൽ സെല്ലേഴ്സ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഈ ബയറിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ബയർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമുള്ളൂ അത് സെയിലായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ആ ബയർ ആ പ്രോഡക്ട്സ് റിട്ടേൺ ചെയ്യും. സോ അങ്ങനെയുള്ള കേസുകൾ എപ്പോഴാണ് നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് പരിഗണിക്കുക? അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എപ്പോഴാണോ സെല്ലർ ആ അപ്രൂവൽ കൊടുക്കുന്നത്, മീൻസ് ബയർ അപ്രൂവൽ കൊടുക്കുന്നത്. സെല്ലർ പ്രോഡക്ട്സ് ബയറിന് അയച്ചു, ബയർ അതൊക്കെ നോക്കിയിട്ട് ബയർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അപ്രൂവൽ ഇൻഫോം ചെയ്യും, അല്ലെങ്കിൽ അയാളത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സെല്ലർ ഇൻഫോം ചെയ്യും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് പരിഗണിക്കും. ദെൻ അതുപോലെ തന്നെ വെൻ ഹി ഡസ് എനി അതർ ആക്ട് അഡോപ്റ്റ് ദി ട്രാൻസാക്ഷൻ, അതായത് ബയർ ആ പ്രോഡക്റ്റ് വാങ്ങി എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ബയർ കിട്ടിയ സാധനം യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആ പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ ഫെയിലിയർ ടു റിട്ടേൺ ദി ഗുഡ്സ്. ഇനി ബയർ ആ പ്രോഡക്ട്സിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ബയർ എന്ത് ചെയ്യണം? ആ പ്രോഡക്ട്സ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ സെല്ലറിന് ആ പ്രോഡക്ട്സ് റിട്ടേൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബയർ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു സെയിൽ അവിടെ നടന്നതായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരം കേസുകളിലാണ് ഈ സെയിൽ ഓൺ അപ്രൂവൽ ബേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് പരിഗണിക്കുന്നത്. സോ നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റൂൾസ് ഓരോ സ്പെസിഫിക് ഗുഡ്സിൻ്റെ കേസിലും അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിലും സെയിൽ ഓൺ അപ്രൂവൽ കേസിലും പറഞ്ഞു. ഇനി ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓണർ അല്ല എന്നുണ്ടെങ്കിലുള്ള കേസ്, അതാണ് സെയിൽ ബൈ നോൺ ഓണേഴ്സ്. ഓണേഴ്സ് അല്ലാത്തവർ സെയിൽ നടത്തുമ്പോഴുള്ള ചില പ്രൊവിഷൻസാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 27 മുതൽ 30 വരെ ഡിസ്കസ് ചെയ്യുന്നത് സെയിൽ ബൈ നോൺ ഓണേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. സോ ഇവിടെ ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ ഓണേഴ്സിനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുള്ളൂ. അതിനെ ലാറ്റിൻ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ് നെമോ ഡാറ്റ് ക്വാഡ് നോട്ട് ഹാബറ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോ വൺ ക്യാൻ ഗിവ് ദാറ്റ് വിച്ച് ഹി ഹാസ് നോട്ട് ഗോട്ട്. അതായത് ഒരാളുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം അയാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. സോ ഓണേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തില്ല? ഓണർഷിപ്പ് ഇല്ലല്ലോ. സോ അവർക്കത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നോൺ ഓണേഴ്സിന് സെയിൽ നടത്താൻ കഴിയില്ല. കാരണം അവർ അതിൻ്റെ ഓണർഷിപ്പ് എൻജോയ് ചെയ്യുന്നവരല്ല. ആരുടെ കയ്യിലാണോ ഓണർഷിപ്പ് ഉള്ളത് അവർക്ക് മാത്രമേ ഉള്ളൂ അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക. ഓണർഷിപ്പ് ഇല്ലാത്തവർക്ക് ഒരിക്കലും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അപ്പം ജനറൽ റൂൾ എന്ന് പറയുന്നത് നോൺ ഓണേഴ്സിന് സെയിൽ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്.
പക്ഷേ അവിടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് നോൺ ഓണേഴ്സിനും ചില കേസുകളിൽ സെയിൽ നടത്താം. എക്സെപ്ഷൻ ടു ദി ജനറൽ റൂളിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽസ് അല്ലെങ്കിൽ സെയിൽ അണ്ടർ ദി ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ദി ഓണർ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഒരു സെല്ലർ അതായത് ഒരു നോൺ ഓണർ ഒരു ബയർക്ക് വിൽക്കുകയാണ്. ഇവിടെ ഈ സെല്ലർ അതിൻ്റെ ഓണറല്ല, പക്ഷേ ഓണർ ഈ സെല്ലർ ഇത് വിൽക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തടസ്സവും പറയുന്നില്ല, അല്ലെങ്കിൽ ആ ഓണറിൻ്റെ വാക്കോ പ്രവൃത്തിയോ ബയറെ തോന്നിപ്പിക്കുകയാണ് ഈ സെല്ലർക്ക് അത് വിൽക്കാൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ. അങ്ങനെ ഒരു ഇംപ്ലൈഡ് അതോറിറ്റി അവിടെ അറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബയർ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ബയറിന് കിട്ടുന്ന ടൈറ്റിൽ ഗുഡ് ടൈറ്റിലാണ് എന്ന് പറയാം. നോർമൽ കേസിൽ നോൺ ഓണേഴ്സ് വിൽക്കുന്ന പ്രോപ്പർട്ടിമെന്ന് കിട്ടുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ടൈറ്റിലായിരിക്കും. പക്ഷേ ഇങ്ങനെ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പലിൻ്റെ കേസിൽ ഇവിടെ ഓണർ ആ സെല്ലർക്ക് അത് വിൽക്കാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് ബയറെ തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബയർ ആ പ്രോപ്പർട്ടി വാങ്ങുന്നത്. അങ്ങനെ ബയർ ആ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിമേ ആ ബയർക്ക് നല്ല ടൈറ്റിൽ തന്നെയാണ്, ഗുഡ് ടൈറ്റിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് സെയിൽ ബൈ എ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. മെർക്കൻറ്റൈൽ ഏജൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയുടെ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏജൻറ്റിനെയാണ് നമ്മൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മെർക്കൻറ്റൈൽ ഏജൻ്റ് ആണ് സെയിൽ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അത് വാലിഡ് ആണ്. അതിന് ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഏജൻറ്റ് ഈസ് ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി ഓണർ. ഈ മെർക്കൻറ്റൈൽ ഏജൻറ്റിന് സെയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ കയ്യിൽ ആ ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം അത് ഓണറിൻ്റെ കൺസെൻറ്റ് അല്ലെങ്കിൽ അയാളുടെ പ്രിൻസിപ്പലിൻ്റെ കൺസെൻറ്റോട് കൂടി ആവണം. Then the second one, the agent sell the goods in the ordinary course of business of a mercantile agent. അതായത് ഏജൻറ്റിന് ഏത് ബിസിനസ് നടത്താനാണോ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത് ആ ബിസിനസ്സിൻ്റെ പരിധിയിൽ വരുന്ന സെയിലായിരിക്കണം ഏജൻറ്റ് നടത്തുന്നത്. ആ പരിധിയിലല്ലാത്ത സെയിലാണ് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആകുന്നില്ല. Then the purchaser acts in good faith and has no notice that the agent has no authority to sell. ഇനി മെർക്കൻറ്റൈൽ ഏജൻറ്റ് വിൽക്കുന്നത് സപ്പോസ് അത് ഔട്ട് ഓഫ് അതോറിറ്റി ആണ് എന്ന് കരുതുക. പക്ഷേ ഈ വാങ്ങുന്ന പർച്ചേസറിന് അറിയില്ല അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പർച്ചേസറിന് അല്ലെങ്കിൽ ബയറിന് കിട്ടുന്ന ടൈറ്റിൽ ഗുഡ് ടൈറ്റിൽ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിൻറ്റ് ഓണേഴ്സ്. ചില പ്രോപ്പർട്ടീസിന് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടാവും. പക്ഷേ അതിൽ ഒരാളായിരിക്കും ആ ഒരു പ്രോപ്പർട്ടീൻ്റെ പൊസഷൻ എൻജോയ് ചെയ്യുന്നുണ്ടാവുക. ആ പൊസഷൻ എൻജോയ് ചെയ്യുന്നത് മറ്റുള്ള ഓണേഴ്സിൻ്റെ സമ്മതപ്രകാരമായിരിക്കും. അത്തരം കേസുകളിൽ ഈ പൊസഷൻ എൻജോയ് ചെയ്യുന്ന വ്യക്തിക്ക് ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെങ്കിൽ വിൽക്കാം. അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ് ഒബ്റ്റെയിൻഡ് അണ്ടർ എ വോയിഡബിൾ അഗ്രിമെൻറ്റ്. ഒരു സെല്ലർ വിൽക്കുന്ന പ്രോപ്പർട്ടി അയാൾ അതിൻ്റെ ഓണർഷിപ്പ് നേടിയിട്ടുള്ളത് വോയിഡ് അഗ്രിമെൻറ്റിലാണ് കരുതുക. അങ്ങനെ ആ വോയിഡബിൾ അഗ്രിമെൻറ്റ് നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഈ സെല്ലർ ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. അവിടെ ആ ബയ്യർ ആ പ്രോപ്പർട്ടി വാങ്ങിയാൽ അയാൾക്ക് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ തന്നെയാണ് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെല്ലർ അയാളുടെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് സെല്ലറിൻ്റെ പേരിൽ വാങ്ങിയെടുത്തു, അത് എഴുതിയെടുത്തു കരുതുക. എന്നിട്ട് ഈ സെല്ലർ ആ ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. ഇവിടെ സെല്ലർ ആ പ്രോപ്പർട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാളുടെ പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ്? വോയിഡബിൾ അഗ്രിമെൻ്റാണ്. ആ വോയിഡബിൾ അഗ്രിമെൻറ്റ് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ്, മീൻസ് ആ വോയിഡബിൾ അഗ്രിമെൻറ്റ് ആക്റ്റീവാണ്. ആ ടൈമിൽ ഈ സെല്ലർ അയാൾ അങ്ങനെ വോയിഡബിൾ അഗ്രിമെൻറ്റ് വഴി നേടിയിട്ടുള്ള ആ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബയർ ആ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അയാൾക്ക് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ തന്നെയാണ് കിട്ടുക. അതേസമയം ഇത് വോയിഡബിൾ അഗ്രിമെൻറ്റ് പ്രകാരമാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോപ്പർട്ടിൻ്റെ റിയൽ ഓണർ അതിന് കേസ് കൊടുത്തിട്ടുണ്ട് കരുതുക, എന്നിട്ടാണ് സെല്ലർ ഇത് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന ബയറിന് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ എൻജോയ് ചെയ്യാൻ കഴിയില്ല. The next one, sale by the seller in possession of good after sale. ചില കേസുകളിൽ സെല്ലേഴ്സ് അവരുടെ കയ്യിലെ പ്രോപ്പർട്ടി വിറ്റാലും അവരതിൻ്റെ പൊസഷൻ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അത് ചില കാരണങ്ങൾ കൊണ്ട് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടാവില്ല.
അങ്ങനെ പൊസഷൻ എൻജോയ് ചെയ്യുന്ന സെല്ലേഴ്സ് ഒരു വിൽപ്പനയ്ക്ക് ശേഷം വീണ്ടും അത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് വാങ്ങുന്നയാൾ ഇതൊന്നും അറിയാതെയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്കതിൻ്റെ ഗുഡ് ടൈറ്റിൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ അത് അറിഞ്ഞിട്ട്, ദാറ്റ് മീൻസ് ഇത് ഒരു തവണ വിറ്റ സാധനമാണ് എന്നും അറിഞ്ഞിട്ടാണ് ഈ ബയർ പിന്നെ അത് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്കതിൻ്റെ ഗുഡ് ടൈറ്റിൽ കിട്ടുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ, റീസെയിൽ ബൈ അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലർ ഒരു ഐറ്റം വിറ്റു, പക്ഷേ അയാൾക്ക് അതിന് കിട്ടേണ്ട എമൗണ്ട് കിട്ടിയിട്ടില്ല, അത് ആ ബയർ കൊടുത്തിട്ടില്ല. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ സെല്ലർ അയാളുടെ ലീൻ എന്നുള്ള റൈറ്റ് എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ അത് വിൽക്കുന്നിടത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അയാളുടെ കയ്യിലുള്ള ഒരു ഐറ്റം അയാൾ പിന്നീട് രണ്ടാമത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ബയറിന് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ തന്നെയാണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് വൺ, സെയിൽ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്സ്. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, അതുപോലെ പോണി ഓർ പ്ലഡ്ജി, ദെൻ ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ ലിക്വിഡേറ്റേഴ്സ് ഓഫ് കമ്പനീസ് ഒക്കെ നോൺ ഓണേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും അവരുടെ പൊസഷനുള്ള ഐറ്റംസ് വിൽക്കാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അവിടെയും അത് വാങ്ങുന്ന ബയേഴ്സിന് ഗുഡ് ടൈറ്റിലാണ് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് സെയിൽ ബൈ നോൺ ഓണേഴ്സിൻ്റെ കേസിൽ എക്സെപ്ഷൻ കേസ് വരുന്നത്. നോർമലി നോൺ ഓണേഴ്സ് വിൽക്കുന്ന ഐറ്റംസിൻ്റെ വാങ്ങുന്നവർക്ക് ഗുഡ് ടൈറ്റിൽ എൻജോയ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന കേസുകളിൽ ഈ വിൽക്കുന്നവർ നോൺ ഓണേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും ബയേഴ്സിന് അതിൻ്റെ ഗുഡ് ടൈറ്റിൽ എൻജോയ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഇൻ ഗുഡ്സ് ആണ്. കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഈ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ ഗുഡ്സിൻ്റെ കേസിലും ഡിഫറെൻറ്റ് റൂൾസ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നോൺ ഓണേഴ്സ് ആണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് അടുത്ത സെഷനിലാവാം. ഓക്കെ, താങ്ക് യു.